ഫസ്റ്റിന് പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട കേട്ടോ. ഇവിടെ കുറച്ച് കലാകാരന്മാരും കലാകാരികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കുത്തിവരെയൊക്കെ ഉണ്ട് ഇത് ചുമരുന്ന. അപ്പൊ അതൊന്നും നോക്കണ്ട. അപ്പൊ ഞാൻ സ്റ്റോറി പറഞ്ഞുതരാം. ഒന്നാമത് എനിക്ക് എന്താ അറിയോ, കരയാൻ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ സത്യം ഞാൻ പറയുന്നത്, എനിക്ക് കരയാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ ഞാനിത് പറയുമ്പോ ചിലപ്പോ കരയും. കാരണം ഞാൻ മരിക്കാൻ നോക്കിയത് ഈ ഒരു റീസണിന്റെ പുറത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വിഷമം വരും. അപ്പൊ ഓർക്കുമ്പോ തന്നെ എനിക്ക് വിഷമം വരും. അപ്പൊ ഞാനിത് പറയുമ്പോ എത്രത്തോളം എനിക്ക് വിഷമം ഉണ്ടാവും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനിത് പറഞ്ഞാൽ മാത്രമേ കംപ്ലീറ്റ് ആവുള്ളൂ. കാരണം കുറെ പേർക്ക് എപ്പോഴും തെറ്റിദ്ധാരണയുണ്ട്. എന്താ പറയാ, ഞാന് നല്ലൊരാളായിട്ടാണ് ഞാൻ പോകുന്നു, വേണ്ടാന്ന് വെച്ചാണ് ഞാൻ പോകുന്നു. അങ്ങനെയൊക്കെ ഇപ്പോഴും ഒരു ഹ്യൂമർ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചുറ്റിലാണെങ്കിലും ഫാമിലിന്നാണെങ്കിലും. ഫാമിലിന്ന് വെച്ചാല് ഞാൻ അനുഭവിച്ചൊന്നും അറിയാത്ത ഇവരൊക്കെ അതിൽ ചിലരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ സത്യാവസ്ഥ എന്താണെങ്കിലും ഇത്രയും വർഷം ഞാൻ എടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം എനിക്ക് പറയാന് പേടിയായിരുന്നു ഞാൻ പറഞ്ഞാല്. കാരണം ഇത് നമ്മൾ മറക്കാൻ നോക്കുന്ന കാര്യങ്ങൾ വീണ്ടും നമ്മൾ ഓർമ്മയ്ക്ക് വരികയാണ്. അപ്പൊ നമുക്കത് പിന്നെയും വിഷമാവും. അല്ലെങ്കിൽ തന്നെ ഞാനിതൊക്കെ ആലോചിക്കുമ്പോ തന്നെ എൻ്റെ മനസ്സ് പെട്ടെന്ന് വിഷമിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് വരെ 3 മിനിറ്റ് ഞാനൊന്ന് ജസ്റ്റ് ഇരുന്നാണ്ട് സാവധാനം ഇങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ഇങ്ങനെ മനസ്സിങ്ങനെ കരയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ എൻ്റെ കണ്ണ് നിറയുന്നു. പക്ഷെ ഞാനിത് പറയണം. കാരണം കുറച്ച് പെൺകുട്ടികൾക്കെങ്കിലും ഇതൊരു പ്രചോദനമാവും. കാരണം ഞാനിത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിലെല്ലാ ഭാഗവും ഞാൻ പറയുന്നുണ്ട്. ഒരു പെൺകുട്ടി സഹിക്കണ എല്ലാ ഭാഗങ്ങളും ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഇതുപോലെയുള്ള അനുഭവം തന്നെ എല്ലാവർക്കും ഉണ്ടാവുക. ഒന്നില്ലെങ്കിൽ മാറി വന്നാണ്ട് അല്ലെങ്കിൽ മറിഞ്ഞു വന്നാണ്ട് ഇങ്ങനെ തന്നെയാവും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. കാരണം ഇത്രയും കാലം എനിക്ക് അതിനുള്ള ഒരു ഇതില്ല. കാരണം ഒരു ധൈര്യമില്ല. പക്ഷെ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരാണ് എനിക്ക് ധൈര്യം തന്നെന്ന് പറയണം. കാരണം ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞ് വേദനിപ്പിക്കുന്നത് ഞാൻ അവരോട് പറയുമ്പോൾ അവർക്ക് ഞാൻ അതൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ പ്രൂഫ് അയച്ചു കൊടുക്കും. എന്നോട് ഇത് ഇങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞ് പ്രൂഫ് അയച്ചു കൊടുക്കുമ്പോൾ അപ്പൊ അവരെ പറഞ്ഞ സത്യാവസ്ഥ ഈ പുറത്തേക്ക് കൊണ്ടുവരണം. നീ എന്താണോ അനുഭവിച്ചത് അത് കൊണ്ടുവരണം. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്നെ അറിയണ, ഞാൻ വേദനിച്ചത് അറിയണ, എത്രത്തോളം ഞാൻ സഹിച്ചു എന്നുള്ളത് അറിയണ എല്ലാവർക്കും അറിയാം. കുറെ പേർക്ക് ഇത് അറിയാം. അപ്പൊ അവരാണ് എന്നോട് പറഞ്ഞത് ഈ കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അല്ലാതെ എനിക്കത് പറയാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. കാരണം നമ്മൾ കേൾക്കാനും വേദനയുള്ള കാര്യമാണ്, പറയാനും വേദനയുള്ള കാര്യമാണ്. അപ്പോ എന്നിട്ട് പോലും ഞാൻ ഈ വേദന സഹിച്ചിട്ട് തന്നെ ഞാൻ ഇതൊക്കെ പറയുന്നത്. ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ഉണ്ടാവരുത്. ഇനിയിപ്പോ ഞാൻ വേറൊരു കാര്യം പാടി നിങ്ങൾക്ക് പറഞ്ഞേട്ടെ. ഇങ്ങനെ വല്ല എന്തെങ്കിലും പ്രശ്നത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണം, മരിക്കണം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഇഷ്യൂവിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഉണ്ട്, ഉമ്മച്ചിക്കുട്ടി എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അതില് ഉണ്ട്, എൻ്റെ അബൌട്ടിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ എല്ലാതരം ID കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടായിട്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ. പെൺകുട്ടികൾ മാത്രം മതിയേ. എന്ന് വെച്ചാൽ സ്ത്രീകൾ മാത്രം മതി, ബോയ്സ് ഒന്നും അയക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ എൻ്റെ സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ സഹിച്ചിട്ട് എങ്ങനെയാ ഈ പെണ്ണ് ഇങ്ങനെ പിടിച്ചു നിന്നത്, ജീവിച്ചിരിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ ഞാൻ പറയട്ടെ. പക്ഷെ ഇപ്പൊ എനിക്കത് ഇങ്ങനെ പറയാം. പക്ഷെ ഇതൊക്കെ ഞാൻ സഹിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അന്ന് എനിക്കിതൊന്നും സഹിക്കാനുള്ള ഒരു ത്രാണി ഉണ്ടായിട്ടില്ല. ഞാനിത് പഠിച്ചവനാണ് എന്താ ചെയ്യണം എന്നറിയാതെ ഞാൻ കുറേ വട്ടം ഞാൻ കരഞ്ഞിട്ടുണ്ട്. വാതിലടിച്ചിട്ട് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. നേരം വെളുക്കോളം ഇരുന്ന് കരഞ്ഞിട്ട്. ഇതിലൊരു വരി പോലും കള്ളായിട്ടുള്ളതില്ല. സത്യം മാത്രമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഇതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ അവർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എനിക്ക് അനുഭവങ്ങൾ തന്നവര് വേദനിപ്പിച്ചവരൊക്കെ ഇത് കാണുന്നുണ്ടാവും. അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരോടും കൂടി ഞാൻ പറയുന്നത്, ഇത്രയും കാലം ഞാൻ മിണ്ടിയില്ല, പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതെന്തും പറയാനുള്ള റീസൺ ആയിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം ഇത്രയും കാലം നിങ്ങളെല്ലാം പറഞ്ഞു. ഒരു പെൺകുട്ടീനെ ഒരു പെൺകുട്ടീന്റെ വ്യക്തിത്വം പോലും നിങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിൽ നിങ്ങൾ പറഞ്ഞു അല്ലെ. അപ്പോ ഇനി സത്യത്തില് സത്യാവസ്ഥ വരുമ്പോ ഇതിനു മുമ്പ് നിങ്ങൾ എല്ലാം പറഞ്ഞു. നിങ്ങൾക്കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മിണ്ടാതിരിക്കാനേ കഴിയുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് എന്നോട് ചോദിക്ക്, ഇത് പറഞ്ഞത് കള്ളല്ലേ എന്ന്. അല്ല എന്ന് എനിക്കും റബ്ബിനും നന്നായിട്ട് അറിയുന്ന കാര്യമാണ് ഇതൊക്കെ.
വേറൊരാൾക്ക് തരും, എന്റെ ഉമ്മാക്കും അറിയണ്ടാവും. പക്ഷെ ഞാനിങ്ങനെ മനസ്സിലൊന്നിട്ടുകാണ്ട് പുറത്ത് വേറെ അങ്ങനെയല്ല. എന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതേ ഞാൻ പറയുള്ളൂ. ഞാൻ വേദനിച്ച ഏത് സമയത്താണ്, ഞാൻ മരിക്കാൻ നോക്കിയത് ഏത് സമയത്താണെന്നൊക്കെ ഞാൻ പറയാം. ഇത് കുറച്ച് വേദനിപ്പിക്കുന്ന കാര്യങ്ങളാട്ടോ. അങ്ങനെ മോന് ന്യൂമോണിയ വന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, ന്യൂമോണിയ വന്ന് അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് ഇതിന് മുമ്പത്തെ രീതിയിലുണ്ട്. അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ആണ് ഞാൻ ബന്ധം വേണ്ട എന്നുള്ള തീരുമാനം ഞാൻ എടുക്കണം. അതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല, വേണ്ടത് ശരിയാവില്ല എന്നുള്ള തീരുമാനം ആ സമയത്താണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. പിന്നെ അപ്പം പറഞ്ഞല്ലോ, ഉപ്പ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഉപ്പ പറഞ്ഞു ശരിയാക്കി തരാന്നപ്പോ പറഞ്ഞത്. ഒരിക്കലും ഇത് എന്താ ശരിയാവൂല എന്നല്ല, ശരിയാക്കി തരാം, എവിടെ വെച്ച് കൊണ്ടേക്കാണ്ട് അസുഖം മാറ്റി തരാന്നൊക്കെ പറഞ്ഞത്. അല്ലാതെ ബന്ധം ഒഴിവാക്കുന്ന കാര്യം ഉപ്പാന്റെ മനസ്സിലില്ലേ, ഉപ്പാന്റെന്നല്ല എന്റെ മനസ്സിലില്ലേ, ഉപ്പാന്റെ മനസ്സിൽ എന്താന്നുള്ളത് പിന്നീട് ഞാൻ അറിയുന്നത്. അപ്പോ അസുഖം മാറണമെന്നേ ഉള്ളൂ. കാരണം എന്റെ കുട്ടി ചെറിയ കുട്ടിയാണ്, 10 മാസമായിട്ടുള്ളൂ കുട്ടിക്ക്. അപ്പൊ ആ സമയത്ത് തന്നെ സിംഗിൾ മദർ ആയിട്ട് ജീവിക്കാന്ന് പറഞ്ഞ കുറച്ച് ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം പ്രഗ്നൻസി തൊട്ട്, കല്യാണം കഴിഞ്ഞ തൊട്ട് ഒരു സിംഗിൾ വൈഫായിട്ട് അല്ലെങ്കിൽ സിംഗിൾ എന്താ മാരേജ് ലൈഫായിട്ട് ജീവിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടാവും. അതിന് പ്രഗ്നൻസിയിൽ തൊട്ടും പ്രഗ്നൻസിയിൽ പോലും ഒരു സിംഗിൾ മദറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാരണം ഒരാളെ തണിയില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആ കുട്ടി ജനിച്ചതിന് ശേഷം ഒരു സിംഗിൾ മദർ ഫുൾ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കുന്ന ഒരു മദറായിട്ട് അങ്ങനെ ജീവിക്കാനും എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതിനൊരു മാറ്റം വരണം. ഉത്തരവാദിത്തങ്ങൾ രണ്ടുപേര് ഷെയർ ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ ഉത്തരവാദിത്തങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു കല്യാണം കഴിഞ്ഞാൽ രണ്ടുപേര് ഷെയർ ചെയ്യണം. ഇത് ഒരു കൂട്ടർ മാത്രം സാക്രിഫൈസ് ചെയ്യുക. എനിക്ക് ഇവിടുന്ന് കേൾക്കണം അവിടുന്ന്, കാരണം ഇവിടുന്ന് നമുക്ക് അത് വേണം ഇത് വേണം സ്വന്തം വീട്ടുകാരോട് വല്ലാതെ പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്ന് അവർക്ക് മാപ്പിള ഉണ്ടല്ലോ, അവര് മാപ്പിളയുടെ കടമ ചെയ്യുന്നില്ല. ഇത് മാക്സിമം ഞങ്ങൾക്ക് ഇതിനൊരു അവസാനം വരണം. അസുഖം മാറണം. എന്താണോ അസുഖം ഉള്ളത് അത് മാറണം. എന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു വാശിയിലാണ് ഞാൻ ഉണ്ടായത്. അങ്ങനെ ഉപ്പ നാട്ടിലെത്തിയിട്ട് കുറെ ചർച്ചകളൊക്കെ തുടങ്ങി. നാട്ടുകാരെ കൂട്ടിക്കാണ്ട് ചർച്ചകൾ തുടങ്ങി. അങ്ങനെ ചർച്ചകൾ തന്നെ ഏകദേശം അങ്ങനെ നീണ്ടു പോയി. ദിവസങ്ങൾ പോയി, മാസങ്ങൾ പോയി. അങ്ങനെ ചർച്ച നടത്തുന്നുണ്ട്. അപ്പൊ ഏകദേശം 2017 തോന്നുന്നു ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. 2017 ഞാൻ പറഞ്ഞില്ലേ, മോന് വന്നിട്ട് അങ്ങനെ ഡിസ്ചാർജ് ആയത് ഏകദേശം സെപ്റ്റംബറിലാണ് ഹോസ്പിറ്റലിൽ വെച്ചത്. പിന്നെ ആ ബാക്കിയുള്ള മാസങ്ങളൊക്കെ ചർച്ചകളാണ്. അടുത്ത വർഷമായി 2018 ജനുവരിയിൽ ഒക്കെ ആയി. അപ്പൊ ഈ ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂ. എപ്പോഴും അപ്പൊ 2 പള്ളി കമ്മിറ്റിയൊക്കെ വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ആർക്കും ഒരു എതിർ അഭിപ്രായം ഒന്നുമില്ല. കാരണം ഞാൻ ഇപ്പൊ നിങ്ങളോട് എന്താണോ ഞാൻ പറഞ്ഞത് അതന്നെയാണ് ഈ പള്ളി കമ്മിറ്റിനോടും പറഞ്ഞത്. 2 പള്ളി കമ്മിറ്റിനോടും ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ അപ്പൊ അവർക്ക് ഒരു വിഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാനിതിങ്ങനെ ഇത് നമ്മളെന്താ പറയുക, ഒരു പെൺകുട്ടി സഹിക്കേണ്ട ഈ മാക്സിമം ഒന്നാമത് അവൾ പ്രസവിച്ച് കിടക്കുക. കാരണം കുഞ്ഞു കുട്ടിയല്ലേ. ഈ കുട്ടിയെ നിങ്ങൾ നേരം വെളുത്ത് രാത്രി നേരം വെളുക്കോളം കുട്ടി കരിയാണ്. അപ്പൊ ഈ ഒരു ഇതുണ്ട് എന്റെ മൈൻഡില്, ഈ ഒരു ഇതുണ്ട്. കാരണം ഈ കുട്ടി കരച്ചിലുണ്ട്. രാവും പകലും ഈ കുട്ടി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് എത്ര ആയാലും ഈ ഒരു അവസ്ഥ നമ്മൾ അത് അനുഭവിച്ച് തന്നെ പോകണം. അല്ലാതെ ഒരിക്കലും ഇത് നമുക്ക് ഒരിക്കലും എനിക്കറിയാം, ഒരു നേരം ഒരു മിനിറ്റ് ഉറങ്ങാനുള്ള ഒരു ഇത് പോലും ഇല്ലാതെ അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ പ്രശ്നങ്ങള്. ഈ വേദന എനിക്കുണ്ട്, ആ വേദന ഉണ്ട്. കുട്ടീനെ കുറിച്ചുള്ള വേവലാതി എനിക്കുണ്ട്. രണ്ടും ഉണ്ട്. കാരണം ഡോക്ടർ പറഞ്ഞതാണ് ഇനി ഒരു ന്യൂമോണിയ വരരുത്, അത്രയും കെയർ ആയിട്ട് കുട്ടീനെ നോക്കണം പറഞ്ഞതാണ്. ഈ ഒരു 2 വേദനയുണ്ട്. ഇതിന്റെ അടിയിൽ കൂടെ ഞാൻ ജീവിക്കുന്നത്. എപ്പോ 19ാമത്തെ വയസ്സിൽ, കുഞ്ഞു വയസ്സിൽ വലിയ പക്വത മെച്ചൂരിറ്റി. ഇപ്പത്തെ ഈ പക്വത ഉണ്ടെങ്കിൽ എനിക്ക് പലതും കാര്യം അടിച്ചു ഓടിച്ചതിനെ നോക്കത്തി ഞാൻ. ഇപ്പത്തെ ഈ മെച്ചൂരിറ്റി എനിക്ക് അന്ന് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും ഞാൻ ഓടിച്ചിരുന്നു. 4 വർത്താനം പറഞ്ഞൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് അപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴൊക്കെ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അന്ന് ഇതൊക്കെ ഇപ്പൊ അങ്ങനെ വന്നു. നാട്ടിൽ വന്നിട്ട് ചർച്ചകളാണ് നടക്കുന്നത്. അങ്ങനെ മാസം കഴിഞ്ഞു പോയി. അവര് കാണാൻ വരും, ഓരോ പ്രശ്നം ഉണ്ടാക്കും. കുട്ടീനെ കാണാൻ വരും, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ തന്നെയാണ് പോയിരുന്നത്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ കുട്ടീനെ പിടിവലിയിരുന്നു കുട്ടീന്റെ പേരില്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ചർച്ചക്ക് വെച്ചു. അവിടെ വെച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഞാൻ പറയണം. ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമല്ല അറിയുള്ളൂ. ഞാൻ പറയും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയും. പക്ഷെ എന്റെ ഉപ്പാന്റെ ഭാഷ എന്താ, എന്നെ കൊണ്ടുപോകില്ലെന്നല്ലേ. എന്നോട് പറയും ഇത് വരുമൊന്നും വേണ്ട, എനിക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിത്താ. അങ്ങനെ ഞാൻ ഇരുന്ന് കണ്ട് 15 മിനിറ്റിന്റെ ഉള്ളിൽ 10 പേപ്പറിൽ ഞാൻ എഴുതി കൊടുത്തു. A4 പേപ്പറിൽ സ്പീഡ് ഞാൻ അനുഭവിച്ചു. എന്റെ മാരേജ് ലൈഫ് ഫസ്റ്റ് തൊട്ട് ഞാൻ എന്തൊക്കെയാണോ അനുഭവിച്ചത് അത് മുഴുവൻ ഞാൻ എഴുതി കൊടുത്തു.
എന്റെ അവസ്ഥയാണത്. കാരണം അതുകൊണ്ട് തന്നെ നിങ്ങക്ക് ഇതുപോലുള്ള അവസ്ഥയിൽ കൂടെ പോണവരോടൊക്കെ കുറേ കാര്യങ്ങൾക്ക് പറയാനുണ്ട്. അപ്പോ ഞാൻ എഴുതി കൊടുത്തു. എന്റെ ഭാഗം കേൾക്കുക. ഒരു പേപ്പറിൽ എഴുതിയ പോലെയല്ല ഞാൻ പറയുമ്പോഴാണ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുക. അല്ലാതെ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തതുകൊണ്ട് ഒന്നും ആവില്ലായിരുന്നു. പക്ഷെ അവരെന്നെ കൊണ്ടുപോയില്ല. എന്റെ വീട്ടുകാരെന്നെ എന്റെ ഉപ്പ എന്നെ കൊണ്ടുപോയില്ല. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ എഴുതിയ ആ പേപ്പർ ഉണ്ടല്ലോ, അത്രയും സമയം എടുത്തുകൊണ്ട് ഞാൻ എഴുതിയ പേപ്പർ വേസ്റ്റ് കൊട്ടിയിൽ ഇടുകയാണെന്ന് ഞാൻ അറിഞ്ഞത്. പിന്നെ ഞാൻ അറിയുന്നത് വേസ്റ്റ് കൊട്ടിയിലാണ് ഞാൻ അത്രയും എഴുതി. എന്റെ ലൈഫിന്റെ അതുണ്ടല്ലോ, ഞാൻ കണ്ണീര് കുടിച്ച ലൈഫ്, ആ ലൈഫ് ചവറ്റ് കൊട്ടിയിൽ ഇടുക ചെയ്തത്. എന്റെ തന്നെ ഇട്ടത്. എന്റെ ആവശ്യമില്ലല്ലോ. ഇതൊക്കെ ഞാൻ സഹിച്ച് അന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ആങ്ങളിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ എന്താണോ പറയുന്നത് എനിക്ക് കേൾക്കണം. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, അത് എനിക്ക് കേൾപ്പിച്ചേ തന്നേ പറ്റുള്ളൂ. അവരെന്ത് പറയണം, നിങ്ങൾ എന്ത് പറയണോ എന്നുള്ളത്. അല്ല എന്റെ വീട്ടുകാർ അതുപോലെ ഇതുപോലെ പറയാൻ പറ്റില്ലല്ലോ, കള്ളം പറയാൻ പറ്റില്ല. ഞാൻ എന്താണോ അനുഭവിച്ച് അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരിക്കലും ഒരു കള്ളും നിങ്ങൾ പറയരുത്. അതേപോലെ അവരെന്താണോ പറയണത് അതെനിക്ക് കേൾക്കും വേണം. അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. കുട്ടി കരച്ചിലാണ്, ഇവിടുന്ന് പള്ളി കമ്മിറ്റിന് മുമ്പില്, പള്ളി കമ്മിറ്റി മാത്രമല്ല എന്റെ നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെ മുമ്പിലാണ് ഇത് പറയുന്നത്. കുട്ടി കരച്ചിലാണ്, കുട്ടികൾക്ക് എന്താ അങ്ങനെ കരച്ചിലൊന്നും അറിയില്ല. അവര് ചെയ്തതൊന്നും അവിടെ കാണാനില്ല. എന്തുകൊണ്ട് കുട്ടി കരഞ്ഞു, അല്ലെങ്കിൽ എന്താണ് കുട്ടി അനുഭവിച്ചത്, അതൊന്നും ഇല്ല. കുട്ടി നേരെ മുഴുക്കോളം കരയില്ല, അവൻ കടന്നുറങ്ങും. അപ്പൊ എന്താ പറയാറ്, ആ വീട്ടിൽ നിന്നാണ് കുട്ടി ഇങ്ങനെ കരയുമ്പോ എന്റെ ഉമ്മ പറയാറ്, ഓനക്ക് കടന്നുറങ്ങണം. ഉമ്മാന്റെ മോന് കടന്നുറങ്ങണം. കുട്ടി കരഞ്ഞാല് മകന്റെ ഉറക്കം പോവും. ഈ പിഞ്ച് പൈതലിനെ കൊണ്ട് ഞാൻ എന്നിട്ട് സിറ്റോട്ട് പോകണം. രാത്രി 2 മണിക്കൊക്കെ സിറ്റോട്ട് പോയിക്കാണ് ഞാൻ ഉറക്കാണ് കുട്ടീനെ. റൂമൊന്നും പറ്റൂല, കുട്ടീന്റെ കരച്ചിൽ കേൾക്കാൻ പാടില്ല. റൂമൊക്കെ കുട്ടി കൊണ്ടേ ചെയ്യരുത്, ഓന്റെ ഉറക്കം പോവൂലേ. ഇങ്ങനെ എന്നെ അവര് കഷ്ടപ്പെടുത്തി. ആളെ ഉറക്കാണ് പ്രധാനം, അല്ലാതെ കുട്ടീന്റെ കരച്ചിലോ അതൊന്നുമല്ല പ്രധാനം. ആളെ ഉറങ്ങണം, ഉമ്മാന്റെ മോനെ ഉറങ്ങണം. അപ്പോ അതിന് കുട്ടി ഒരു തടസ്സമാവരുത്. അതിന് 2 മണിക്കായാലും വേണ്ടില്ല, എവിടെ പോയിക്കാട് കുടിച്ച കുട്ടീനെ ഉറക്കിക്കോ, ഇങ്ങനെയാണ് പറഞ്ഞത്. അതൊന്നും പള്ളി കമ്മിറ്റീന്റെ മുമ്പിൽ അതൊന്നും ചർച്ച കൂടിയപ്പോ ഇതൊന്നുമില്ല, ഒരു ഭാഗം മാത്രമില്ല. ഞാന് കുട്ടീനെ കരയിപ്പിക്കുകയാണ്, ഉറങ്ങാനേക്കുന്നില്ല, ബാക്കിയുള്ളവരെ ഉറങ്ങാനേക്കുന്നില്ല, അങ്ങനെ പറഞ്ഞു. ഇതിനു മുമ്പ് വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ ഞാന് കുട്ടീനെ എണ്ണ തേപ്പിക്കാണ്, ചെറിയ കുട്ടിയല്ലേ, അപ്പൊ നമ്മൾ എണ്ണ തേപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് കുട്ടി, അപ്പൊ എന്നോട് ചോദിച്ചു, കുട്ടി ഇന്റെ തന്നെയാണോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞു ചോദിച്ചു. അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞു, കുട്ടി നിങ്ങൾ തന്നെയാണോ, നിങ്ങൾ അങ്ങനെ പറയുന്നത് ചോദിച്ചു. നമ്മൾ ചോദിക്കൂലേ, ഇതിപ്പോ അങ്ങനെ 2 വട്ടമായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത്. അപ്പൊ എന്നോട് എന്താ പറഞ്ഞാല്, കുട്ടി വെളുത്തിട്ടാണ്, ഞാൻ ഇരുനിറാണ്, അപ്പൊ മാച്ച് ആവണില്ലാന്ന്, കുട്ടി ആളും മാച്ച് ആവണില്ലാന്ന്. എനിക്കത് വിഷമൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഞാനത് കാര്യാക്കിയില്ല. അങ്ങനൊക്കെ കാര്യാക്കിയില്ല. ഒരു തമാശയിലെ ഞാൻ കണ്ടിട്ടുള്ളത്, കാര്യാക്കിയില്ല. പക്ഷെ പിന്നെ ഇത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര വേണമെങ്കിലും നമ്മൾ അനുഭവിച്ചൊക്കെ നമ്മൾ ചോക്കാക്കിക്കും നമ്മളെ മനസ്സിൽ ഫുള്ള്. അതിപ്പോ നമുക്ക് സ്നേഹം തന്നതാണെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാണ്, ഇതൊക്കെ നമ്മളെ മനസ്സിൽ സ്റ്റോക്കാണ്. നമ്മൾ അതുവരെയൊക്കെ നമ്മൾ ക്ഷമിച്ച് സാരില്ല പോട്ടെ എന്ന് പറഞ്ഞാണ് നിൽക്കും. ഞാൻ അങ്ങനെ തന്നെയാണ്, സാരില്ല പോട്ടെ, നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ, എനിക്ക് വിഷമാവൂട്ടോ, ഇതിങ്ങനെ പറഞ്ഞു വന്നു, സാരില്ല പോട്ടെ. പക്ഷെ ഇതൊക്കെ എന്റെ മനസ്സിൽ സ്റ്റോക്കാണ്, എന്നോട് ചെയ്തത് ഒക്കെ സ്റ്റോക്ക് തന്നെയാണ് അവിടെ. അപ്പോ ഞാൻ ഇത് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുട്ടി ഇന്റെ തന്നെയാണോന്ന് ചോദിച്ചു. 2-3 വട്ടം എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളത് ചോദിച്ചു നോക്കണം, എന്തിനാണ് അങ്ങനെ ഒരു വർത്താനം പറഞ്ഞതെന്നുള്ളത്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ, ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ, ഞാൻ ഇപ്പൊ വന്നതിന് ശേഷം കേട്ടോ, ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് പറഞ്ഞത്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം, ഇത് പറഞ്ഞത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, എന്തിനാണ് അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞതെന്നുള്ളത് ചോദിച്ചു നോക്കി എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ പള്ളി കമ്മിറ്റീന്റെ മുമ്പിൽ അത് പറഞ്ഞു, ഇങ്ങനെ ഈ ചോദ്യം പറഞ്ഞു, എന്തിനാണ് ഇത് ചോദിച്ച് പറഞ്ഞു, ഇത് ഓളോട് കുട്ടി എന്റേതല്ലാന്ന് ഇജ്ജ് പറഞ്ഞോന്ന് ചോദിച്ചു. അപ്പോ ഓൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു പറഞ്ഞു. എന്താ എനിക്ക് അങ്ങനെ തോന്നാന്ന് ചോദിച്ചു. അപ്പോ ഓനും ഓന്റെ കാക്കും പറയാണ്, ഓനെന്ന് വിളിക്കാൻ പറ്റുന്നതല്ല, പക്ഷെ ആളെ കാക്കും പറയാണ്, എന്താ ഓള് സ്കൂളിൽ പോവല്ലേനോ, കല്യാണം കഴിഞ്ഞിട്ട് 10 മാസത്തോളം സ്കൂളുണ്ടല്ലോ, അപ്പൊ സ്കൂളിൽ പോവല്ലേനോ, അപ്പൊ അങ്ങനെ ഉണ്ടായതാവും, അങ്ങനെ പ്രഗ്നന്റ് ആയതാവും. അവരെന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ. ഞാന്
തെറ്റിലൂടെ പോയിട്ട് ഉണ്ടായതാവുന്നു. ആര്? എന്റെ മോന്. കുട്ടി വെളുത്തിട്ടായതുകൊണ്ട്. ഇത് ഞാൻ കേക്കാട്ടാ. ഞാൻ ഫോൺ വിളിക്കുന്നുണ്ട്, അതങ്ങനെ കേക്കുന്നുണ്ട് പറയുന്നത്. ഞാന് നിക്കണ നിപ്പില് ഞാൻ ഇരുന്ന് പോയി കേട്ടപ്പോ. ഈ ഒരു കാര്യം കേട്ടപ്പോഴേ അത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അതാ അനുഭവിക്കണം. ഇത് പറയുമ്പോൾ നമ്മള് ഭർത്താവ്, കുഞ്ഞ്, കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റേത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടു നടന്ന ആള് പറയാണ് ഇന്റേത്. ഞാൻ പറഞ്ഞില്ല, കാക്കാരാണെങ്കിലും താത്താരാണെങ്കിലും ആ കുടുംബത്തിനൊക്കെ ഇന്റേത് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്നേഹിച്ചത് ആളെടുക്കാം. എന്നിട്ട് അവര് പറയാണ് കുട്ടി ഓൾ തന്നെയാണോന്ന് അവർക്ക് ഡൗട്ടാണെന്ന്. ഞാൻ സ്കൂള് പോവല്ലേ, അപ്പൊ അങ്ങനെ ഉണ്ടായതാവുന്നു. അങ്ങനെ തെറ്റിക്കൂടെ പോയിക്കാണ്ട് പ്രഗ്നന്റ് ആയതാവുന്നു. ഏത്? അവന് 10 മാസമായിട്ടുള്ളൂ. ഒരു കുഞ്ഞു പൈതലാണ്. നല്ല ഭംഗിയുള്ള, എന്നെ പോലെ തന്നെയാണത് കുട്ടി. ആള് ഉമ്മാനെ പോലെയാണ്. അങ്ങനെ ആയിരുന്നു. അമ്മ നല്ല വെളുത്തിട്ടായിരുന്നു. അപ്പൊ അതേപോലെയായിരുന്നു കുട്ടി. എന്നിട്ട് കുട്ടി വെളുത്തിട്ടായതുകൊണ്ട് പറയാ ഓൾ തന്നെയാണോ. ഇത് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞ എന്താ അറിയാം, എന്റെ മനസ്സ് കരയുന്നുണ്ട്, ഇപ്പോഴും കരയുന്നുണ്ട്. പറഞ്ഞുതരാം. അങ്ങനെ ഈ ഒരു വർത്താനം പറഞ്ഞു. പിന്നെ അവിടെ ഭയങ്കര തല്ലും പിടിയും ഒച്ചപ്പാടൊക്കെ അവിടെ ഉണ്ടായിട്ടത്. അവര് ആ ഒരു വർത്താനം പറഞ്ഞു. ഇതില് സത്യം എന്താ കള്ളെന്താന്ന് പോലും ഞാൻ ഇത് തളർന്നിരിക്കുകയാണ്. ഞാൻ ഇത് കേട്ടിട്ട് തളർന്നു പോയിട്ടുണ്ട്. ഞാന് ഫോണിൽ ഇങ്ങനെ ചെവിയിൽ വെച്ചുകൊണ്ട് കേട്ടിക്കാണ്ട് ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് അവര് പറയുന്നത്. അവര് വിചാരിച്ച എന്താ അറിയോ, അവിടെ എന്ത് പറഞ്ഞാലും ഞാൻ അതൊന്നും അറിയില്ല. എന്ത് വായി തോന്നിയത് പറഞ്ഞാലും ഞാനൊന്നും കേൾക്കൂല. അതെന്ത് പറയാന്നുള്ള ഒരു ധൈര്യം. ആരൊക്കെയുണ്ട്? എന്റെ നാട്ടിലെ വലിയ വലിയ പണ്ഡിതരുണ്ട്, പള്ളി കമ്മിറ്റിയിലുള്ള ആൾക്കാരുണ്ട്, പള്ളി സെക്രട്ടറി ഉണ്ട്, പള്ളിക്ക് ഉള്ളവരുണ്ട്. ഇങ്ങനെ വലിയ വലിയ ആൾക്കാരുണ്ട്. എന്റെ നാട്ടിലെ പ്രമുഖരും പ്രമാണികളും എല്ലാവരും ഉണ്ട്. ആ നാട്ടിലും ഉണ്ട്. അവരെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത്, കുട്ടി അവരുതാണോ എന്നുള്ളത്. ഇങ്ങനെ ഒരു ടൂൺ അവിടെ കൊണ്ടുവരുന്നത്. ഞാന് എന്നൊരു പെൺകുട്ടിന്റെ വ്യക്തിത്വം ഇല്ലാതാക്കാൻ അവർ നോക്കിയത്. ആര്? പൊതുജനങ്ങളുടെ മുമ്പില്, സമൂഹത്തിന്റെ മുമ്പില് ഞാനെന്നൊരു പെൺകുട്ടിന്റെ വ്യക്തിത്വം ഉണ്ടല്ലോ, എനിക്കൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, ആ പറന്നു നടക്കുന്ന പൂമ്പാറ്റിന്റെ ചിറക് അവരെന്നെ എടുത്തു കളഞ്ഞു. കാരണം ഞാൻ സന്തോഷവതിയായിരുന്നു. അതുവരെ എന്റെ മനസ്സില് അവർക്ക് വലിയ സ്ഥാനം ഞാൻ കൊടുത്തിരുന്നത്. എന്റെ താത്ത, എന്റെ കാക്ക, എന്റെ കെട്ടിയോന്, ഇങ്ങനെ ഇതാക്കിണ്ടത് എന്റെ കുടുംബം. അവരാ വർത്താനം പറഞ്ഞ ഞാൻ കേട്ടതും എന്റെ മനസ്സിൽ തന്നെ പഠിച്ച വെറുപ്പാ തന്നത്. ഒരിക്കലും പൊറുക്കാനും ക്ഷമിക്കാനും കഴിയാത്ത വെറുപ്പാണ് പഠിച്ചെന്റെ മനസ്സിലിട്ട് തന്നത്. ഇപ്പോഴും കേട്ടോ, ഇപ്പോഴും എനിക്ക് അവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു റീസൺ, പിന്നെ കുട്ടീനെ എറിഞ്ഞില്ലേ, ആ ഒരു റീസൺ, ഈ ഒരു റീസന്റെ പുറത്ത് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയൂല. എന്റെ മരണം വരെ അവരോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയൂല. ഇത് പറഞ്ഞു. അവര് ഇങ്ങനത്തെ ഒരു ടൂൺ അവിടെ ഇട്ടു. അതോടെ ഞാൻ എന്റെ മനസ്സിന്ന് ഇവരൊക്കെ ഞാൻ ഒഴിവാക്കി. പ്രത്യേകിച്ച് ആളെ വേണ്ടാന്ന് വെച്ച്. വേണ്ട, ഇങ്ങനെ പറഞ്ഞ ആളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എന്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കിയ ആളല്ലേ. എന്നെപ്പറ്റി അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് ആൾക്ക് വിശ്വാസമുണ്ട്. ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയല്ല ഞാൻ എന്നുള്ളത് ആൾക്ക് അറിയാം. ആളെയാണ് എനിക്ക് ഇഷ്ടം എന്നുള്ളത് ആൾക്ക് അറിയുന്നു. അറിഞ്ഞിട്ടാണ് ആളിത് ചെയ്തത്. ഇത് പറഞ്ഞത് കുടുംബം നമുക്ക്. അപ്പൊ ഞാനിത് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്റെ ആങ്ങൾ എന്നോട് പറയണ്ടേച്ച് കേട്ടോ പറഞ്ഞതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞോളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ റെക്കോർഡ് ആക്കിനോട്ടെ ഞാന്. എന്നിട്ട് അതൊക്കെ റെക്കോർഡ് ആക്കിയിട്ട് എനിക്ക് അയച്ചു തന്നു. ഫുള്ള് റെക്കോർഡ് ആൾ അയച്ചു തന്നു. പറഞ്ഞ റെക്കോർഡൊക്കെ എനിക്ക് അയച്ചു തന്നു. അങ്ങനെ ഇവിടെ വീട്ടിലെത്തിയതിനു ശേഷം ഇപ്പൊ എന്താ ചെയ്തത് അറിയാം, കസാര എടുത്തുകൊണ്ട് എന്നെ തല്ലി, എന്റെ നടുപ്പുറത്തൊക്കെ തല്ലി. ഞാൻ നാണം കെടുത്തി, മാനം കെടുത്തി എന്ന് പറഞ്ഞിട്ട് എന്നെ നടുപ്പുറത്തേക്ക് 2 വട്ടം തല്ലി കസാലയിട്ട്. ഞാൻ പറയുന്നുണ്ട് തെറ്റ് സത്യാണോ അസത്യാണോ ഒന്നും ഇപ്പൊ നോക്കിയില്ല. എന്നെ തല്ല ചെയ്തത്. അവര് പറഞ്ഞില്ല എന്തെങ്കിലും സത്യം ഉണ്ടോ ഒന്നും എന്നോട് ചോദിച്ചില്ല. നടുപ്പുറത്തേക്ക് 2 വട്ടം എന്നെ കസാരയിട്ട് തല്ലി. അങ്ങനെ പിന്നെ ഞാൻ കരയാണ് കേട്ടോ. അപ്പൊ തന്നെ എന്റെ മൈൻഡിൽ ഇങ്ങനെ
കുട്ടീനെ ഇങ്ങനെ കാണുന്നുണ്ട് ഞാന്. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചാറോ, ഇല്ല പോവാ നമുക്ക്. എന്റെ കുട്ടി ഇങ്ങനെ കൗല് ഇങ്ങനെ ഉണ്ട്, എന്റെ അടുത്ത് തന്നെ ഉണ്ട് എന്റെ കുട്ടി. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചാണ് ഞാൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു. ഒരു മൂലൊക്കെ പോയിട്ട് ഇവിടെ ഈ മൂലൊക്കെ പോയിട്ട് ഈ റൂമിന്റെ മൂലൊക്കെ പോയിട്ട് ഞാൻ കരഞ്ഞു, ഒത്തിക്കരഞ്ഞു. പിഞ്ച് പൈതലിനെ പിടിച്ചിട്ട് ഒരു പെൺകുട്ടി കരയാണ്. നേരം അറിയില്ല, കുറേ നേരം ഇരുന്ന് കരഞ്ഞു. ഞാൻ ഒരു തീരുമാനം എടുത്തു, വേണ്ട ഞാൻ പോവാണ്, ഈ ലോകത്തുനിന്ന് പോവാണ്. ആ ഒരു തീരുമാനം ഞാൻ എടുത്തുട്ടാ. ഇത് ആ ഒരു ഇതിക്കാ ഞാൻ പോണത്. അങ്ങനെ എന്റെ മനസ്സിങ്ങനെ പറഞ്ഞു, ജീവിക്കണ്ടെങ്കിൽ പോയിക്കോടി, ഈ ലോകം നശിച്ചതാ, ഇതിൽ നല്ല ആൾക്കാരൊന്നുമില്ല. ഞാൻ ഇന്നെ തന്നെ സ്വയം പൈക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ആൾക്കാരെ എന്നുള്ള റബ്ബെ ഞാൻ സ്നേഹിച്ചത്, എന്തിനങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പഠിച്ചവനോട് ഞാൻ പരാതി പറയാൻ തുടങ്ങി. ഞാൻ ഇന്നെ തന്നെ സ്വയം വെറുക്കാൻ തുടങ്ങി. ഇന്നെ തന്നെ ഞാനങ്ങനെ കുത്താനും തല്ലാനും ഒക്കെ ഞാൻ തുടങ്ങി. കുട്ടി എടുത്തുണ്ട്, എന്റെ കുട്ടീനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, എന്നെ ഞാൻ വേദനിപ്പിക്കണുണ്ട്. എന്തിനാ എനിക്കൊരു ഇപ്പോഴത്തെ ഒരു 2-3 മാസം മുമ്പ് ഇതുപോലെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. കുട്ടി അല്ലാന്ന് പറഞ്ഞാണ്ട് എന്നിട്ട് ആ പെൺകുട്ടി തീ കൊളുത്തിയാണ് മരിച്ചു എന്നുള്ളത്, സൂസൈഡ് ചെയ്തു എന്നുള്ളതൊക്കെ. ഇത് നമുക്ക് താങ്ങാൻ പറ്റൂല. ഈ ഒരു വർത്താനം ഹസ്ബൻഡ് കുടുംബം എന്നൊക്കെ പറഞ്ഞ് ജീവിച്ച ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോ വേറെ എങ്ങനെ ജീവിച്ചപ്പെടുന്നു അത്ര വിഷമമല്ല. പക്ഷെ അങ്ങനെ പറഞ്ഞ് ജീവിച്ചുമ്പോ എന്താ അറിയോ, ഇത് ഇങ്ങനെ ഒരു ഇത് കേൾക്കുമ്പോ താങ്ങാൻ പറ്റൂല. അപ്പോഴാണ് നമുക്ക് ഇത് മരിക്കണം എന്നുള്ളത് തോന്നല് വരിക. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അന്ന് ഞാന് പോവാ, കാരണം ഇങ്ങനെ നടക്കുന്നുണ്ട് റൂമിന്റെ പുറത്ത്, ഹാളില് ഇപ്പൊ ഇങ്ങനെ തുടങ്ങലുണ്ട്, ഉമ്മാനിങ്ങനെ കാട്ടുന്നുണ്ട്, ഉമ്മാനിങ്ങനെ വേദനിപ്പിക്കുന്നുണ്ട്. മകള് പേര് ദോഷം ഉണ്ടാക്കി വെച്ചു, മകൾ അത് കാട്ടി, മകൾ ഇത് കാട്ടി, മകൾ അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി, മകൾ അത് കാട്ടി, മകൾ ഇത് കാട്ടി, മകള് എന്താ ചീത്തപ്പേരുണ്ടാക്കി വെച്ചു, മകൾ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി പറഞ്ഞിട്ട് ഉമ്മാനെ വേദനിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പറയുന്നുണ്ട് പുറത്ത്. എന്റെ ഉപ്പ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരാളാണ്. സത്യം എന്താ അറിയണ്ട, കള്ളെന്താ അറിയണ്ട, സത്യമാണോ എന്ന് ചോദിക്ക പോലും വേണ്ട. അതിനു മുമ്പേ എന്നെ തച്ചു. 5 പൈതൽ എനിക്കുണ്ട്. തച്ചതും പോരാ, മനങ്ങനെ ഇതാക്കാൻ തുടങ്ങി. എന്റെ ഉമ്മാക്ക് എന്നെ നന്നായിട്ട് അറിയാം, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്യൂല. കാരണം ഞാൻ ഈ എന്തുണ്ടെങ്കിലും എന്റെ ഉമ്മാനോട് പറയും, സങ്കടമാവട്ടെ സന്തോഷമാവട്ടെ എന്ത് ഞാൻ എന്റെ ഉമ്മാനോട് പറയുന്നുണ്ട്. ഞാന് ലോകത്തുനിന്ന് തന്നെ പോവാന്ന് ഞാൻ തീരുമാനിക്കുകയാണ്, ഉപ്പാന്റെ തള്ളലോടെ. അപ്പൊ എനിക്കത് തള്ളലോടെ ഞാനത് ലോകത്തുനിന്ന് പോവാ. വേണ്ട, എന്തിനാ ലോകത്ത് ജീവിക്കുന്നത്? എന്റെ ഒരു വാക്ക് പോലും പറയാൻ കഴിച്ചില്ലല്ലോ. കാരണം എന്നെ കൊണ്ടുപോയാല് എന്താ ഇങ്ങനെ സംഭവിക്കൂലെന്ന് ഉപ്പാക്കും അറിയാം. എന്ന് ഞാൻ പോയിട്ടില്ല, എന്നെ കൊണ്ടുപോയിട്ടില്ലല്ലോ. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഇങ്ങനെ അന്നാണ് മോനേറ്റ് ലോകത്തുനിന്ന് പോവാ, വേണ്ട ഈ നശിച്ച ലോകത്ത് ഞാനോ ഇങ്ങനെ അനുഭവിച്ചിട്ട് വന്നു, എന്റെ മോനും കൂടെ അനുഭവിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ മോന് ഇത് മരിക്കാന്നുള്ള തീരുമാനമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ എന്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്, മരിക്ക പോവാ, ഈ ഒന്നും തീരുമാനിക്കണ്ട, പറഞ്ഞിട്ട് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ്. എന്തിന് ഒരു ജസ്റ്റ് ഒരു ബ്ലേഡോ എന്തെങ്കിലുമൊക്കെ കണ്ടാല് അപ്പൊ പോവുന്നുള്ള ഒരു മൈൻഡാണ് എന്റെ മനസ്സിലുള്ളത്. പക്ഷെ ഞാൻ അതിങ്ങനെ കുട്ടീനെ അവന്റെ കൂടെ അങ്ങനെ കളിച്ചു. ഇങ്ങനെ കളിച്ചോന് ഇങ്ങനെ വണ്ടി കുത്തി കണ്ടും ഞാനൊക്കെ ഇങ്ങനെ കളിച്ചു. കുട്ടികളെ പോലെ ഞാൻ ഓരോരുത്തർ കളിച്ചു. ഞാൻ ഇതൊന്നും കേൾക്കാൻ ചവിട് കൊടുത്തില്ല. പിന്നെ ഇങ്ങനെ ഉണ്ട്, ഫുഡ് കഴിക്കുമ്പോഴും ഒക്കെ ഇത് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അന്ന് വൈകുന്നേരം ഓല് വരാന്ന് പറഞ്ഞു. അവിടെ ചർച്ച നടത്തിക്കൊണ്ട് അവരൊരു തീരുമാനം എടുത്തു, പഴയതൊക്കെ മറന്നിട്ട് രണ്ടും ഓക്കെ നല്ലതിൽ ജീവിച്ചാന്നുള്ളത് അവരൊരു തീരുമാനം എടുത്തില്ല. പള്ളി കമ്മിറ്റിയും ഒക്കെ ചേർന്നാണ്ട് പഴയതൊക്കെ. അപ്പൊ അവരൊരു 2-3 നിബന്ധന വെച്ചു. ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, 6 മാസം സ്വന്തം വീട്ടിലേക്ക് പോകാൻ പാടില്ല, സ്വന്തം വീട്ടുകാർ വരാനും പാടില്ല. എന്ന് വെച്ചാൽ ഉമ്മാനും എന്റെ ഫാമിലിനെ ഒന്നും കാണുകയും ചെയ്യരുത്, ഫോൺ ഉപയോഗിക്കുകയും ചെയ്യരുത്. എന്ന് വെച്ചാൽ ഒരു ജയിലിൽ അടക്കുക. അങ്ങോട്ടും പോകരുത് ഇങ്ങോട്ടും വരരുത്, ആരായിട്ട് കോണ്ടാക്റ്റും ഉണ്ടാവരുത്. 6 മാസം അതായിരുന്നു അവർ പറഞ്ഞത്. ഇതിനെങ്ങനെ എന്റെ വീട്ടുകാര് സമ്മതം പറഞ്ഞെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് അവർ സമ്മതം പറഞ്ഞത്. സമ്മതം പറഞ്ഞു. അവർ വൈകുന്നേരം അവർ വന്നപ്പോ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു വേണ്ട അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശരിയായാലോ എന്നൊന്നും എന്റെ മനസ്സിലില്ല കേട്ടോ. ശരിയായാലോ എന്നൊന്നും എന്റെ മനസ്സിലില്ല. കാരണം ഞാൻ അത്രയും വെറുത്തിട്ടുണ്ട്. ഇനി സ്നേഹം വന്നിട്ട് വേണം മനസ്സിൽ.
പ്രവൃത്തിയിലൂടെ അവർ കാണിച്ചു തരുന്ന സ്നേഹം. കാരണം എന്റെ മനസ്സ് ഇതായിപ്പോയി, മുറിഞ്ഞുപോയി. ഇനി ഒരിക്കലും എന്റെ മനസ്സിൽ അവർക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഇനി അവർ സ്നേഹം ഉണ്ടാക്കണം. അവരുടെ പ്രവൃത്തിയിലൂടെ അവർ കാണിച്ചു തരുന്ന സ്നേഹം. എനിക്ക് വെറുപ്പായി. ഞാൻ രാവും പകലും ഇന്ന് കരയാൻ തുടങ്ങി. ഇപ്പാന്റെ ഇതും ഒരു ഡിപ്രഷനേനു, എന്താ പറയാ, ജീവിക്കണ്ടെന്നൊരു തോന്നി ഒരു ഇതേനു. അത്രയും ഞാൻ വെറുത്തും പോയി അവരെ. ഇപ്പാന്റെ തല്ലിട്ടിയത് അവർ കാരണമാണ്. എന്നിട്ട് അവര് വന്നു, ഒന്നും മിണ്ടാതെ ഞാൻ കുട്ടീനെ മാറ്റിച്ചു കൊടുത്തു. ഞാൻ പോയി. മിണ്ടാതൊന്നുമില്ല. അന്നത്തെ ദിവസം മിണ്ടിയില്ല, പിറ്റേ ദിവസം മിണ്ടിയില്ല, ആരുമായിട്ട് ഞാൻ മിണ്ടിയില്ല കേട്ടാ, ഒരാളായിട്ട് ഞാൻ മിണ്ടിയില്ല. ഞാൻ എന്റെ പണി കഴിച്ചും കുട്ടീനെ നോക്കും. അതന്നെ, റിപ്പീറ്റ് അടിച്ച് അതന്നെ. പക്ഷെ ആദ്യത്തെ ദിവസം രാത്രി, ഇത് നമുക്ക് കൺഫേം ആക്കണല്ലോ, ഈ കുട്ടീന്റെ കാര്യം പറഞ്ഞത് കൺഫേം ആക്കണം. നമുക്ക് എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ളത് കൺഫേം ആക്കണം. കാരണം 2 വർഷത്തില് ഒരിക്കൽ പോലും ഞങ്ങൾ തമ്മിലൊരു തല്ലും പിടി ഉണ്ടായിട്ടില്ല. ഓൾ അങ്ങനെയാണ്, ഓൾ അത് കാട്ടി, ഓൾ ഇത് കാട്ടി എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ആ മനുഷ്യന്റെ വീട്ടുകാരെയോ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. ഇന്റേത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്നേഹിച്ചത്. എല്ലാവരും ഇന്റേതാണെന്ന് പറഞ്ഞിട്ട് ഒരു വാക്കുകൊണ്ട്, ചെറിയൊരു വാക്കുകൊണ്ട് പോലും ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടില്ല. ഒരു കളിച്ച് തിരിവ് തമാശ കുറുമ്പൊക്കെ ആയിട്ട് അങ്ങനെ ഇനി എല്ലാവരും ഭയങ്കര കൂട്ടായിട്ട് ഇനി ഞാൻ ഉണ്ടായത്. ഒരു ഹസ്ബൻഡ് വൈഫിന്റെ തമ്മില് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരാളും പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ തമ്മിൽ. ആളിങ്ങനെ പറയും, ആളെ ഫ്രണ്ട്സ് പറയും. അപ്പൊ കുഞ്ഞുണ്ടായതിനു ശേഷം എന്നെ പറഞ്ഞു, തടി ഉണ്ടാവാൻ പാടില്ല നാട്ടുകാരുടെ മുമ്പില്, എന്ന് വെച്ചാൽ കൂട്ടുകാരന്മാരുടെ മുമ്പില് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. കൂട്ടുകാരന്മാരെന്താണോ പറയുന്നത് അതേപോലെ എനിക്ക് പെരുമാറിയിട്ടൊക്കെ. അങ്ങനെ വന്നപ്പോ ഞാന് എന്നിട്ട് പോലും ഞാൻ എന്താ പറഞ്ഞ, നിങ്ങളൊന്നും ഇങ്ങനെ ചെയ്യരുത്, ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് പഠിച്ചവന് നിങ്ങൾ എനിക്ക് തന്നത് അല്ലെ, അതുകൊണ്ടാണ് നമ്മൾ ഒരുമിപ്പിച്ചത്, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്, ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇത്രയും ഞാൻ പറയുള്ളൂ. ഞങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലേനു. അവര് ഞാന് വെറുത്ത്, മനസ്സുകൊണ്ട് തന്നെ വെറുത്തു. കാരണം എനിക്ക് ഇത് കേട്ടിട്ട് താങ്ങാൻ പറ്റില്ല സത്യം പറഞ്ഞാല്. കാരണം ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാ, ഇത് സഹിക്കാൻ പറ്റില്ല. ഈ ഒരു വർത്താനം ഉണ്ടല്ലോ, ഇതെനിക്ക് ഒത്തിരി സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനിത് ചോദിച്ചു, നിങ്ങൾ എന്തിന്റെ പുറത്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? 2 വർഷം ഇല്ലാത്ത എന്ത് തോന്നല നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായത്? ഞാൻ അങ്ങനെ പോകുന്ന എന്തെങ്കിലും സൂചന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ എന്റെ അടുത്തുനിന്ന് പിടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിന്റെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ടോ നിങ്ങൾ ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളെന്ന് പറഞ്ഞാണ്ടല്ലോ ഇത്രയും കാലം ജീവിച്ചത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറയാണ്, എൻ്റെ ഉപ്പ ഇന്നെ കുറിച്ച് പലതും പറഞ്ഞു. അപ്പൊ നമ്മൾ ഉള്ളതല്ലേ പറഞ്ഞത്, നിങ്ങളും ഈ കുടുംബത്തിനെ ഫുള്ള് പറയില്ല, ഉമ്മയും ചെയ്തതല്ലേ പറഞ്ഞത്, വേറെ എന്തെങ്കിലും പറഞ്ഞു? നിങ്ങൾ ചെയ്തതല്ലേ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, ഇന്നെപ്പറ്റി കുറ്റം പറഞ്ഞു, ഇന്നെപ്പറ്റി ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ എൻ്റെ അപ്പ ഇന്നെപ്പറ്റി പറഞ്ഞപ്പോ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടേ, അതിനാണ് അത് പറഞ്ഞത്. പിന്നെ ഇങ്ങനത്തെ ഒരു അവീതക്കേസ് കേട്ടാല് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണല്ലോ അല്ലെ. ഇങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനത്തെ കഥയൊക്കെ കേൾക്കാൻ. ഇങ്ങനെ വൃത്തികെട്ട ഈ അവീത കഥയൊക്കെ കേൾക്കാൻ പലർക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ സത്യം ഉണ്ടോ കള്ളുണ്ടോ എന്നൊന്നും ആരും നോക്കൂല. അതാണ് മെയിൻ. കാരണം ചെറിയൊരു പെൺകുട്ടിയാണ്, 19 വയസ്സുള്ളൂ, എന്തും പറയാം. അതില് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടേ, അതിനാണല്ലോ അത് പറഞ്ഞത്. അന്ന് ആ രാത്രി ഞാൻ ക്ഷമിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, സത്യാവസ്ഥ അറിഞ്ഞിട്ട് ക്ഷമിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ. കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ. അന്ന് ആ രാത്രി ഞാൻ വെറുത്തുപോയി. മുഖത്തൊന്ന് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായില്ലേ, പക്ഷെ ഹലാലായ രീതിയിൽ നിക്കാഹ് ചെയ്തവനാണ്. അല്ലെങ്കിൽ എടാ പോടാ ഒരു ബന്ധമാണ് എന്നുണ്ടെങ്കിൽ ഇമാതിരി മോശമുള്ള സംസാരം പറയുമ്പോൾ നമുക്ക് കൊടുക്കും. പക്ഷെ എന്റെ കെട്ടിയവനാണ്, എന്റെ കുട്ടിന്റെ ഉപ്പയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ തല്ലിയിലാണ്. പക്ഷെ ഞാൻ ആളോട് മിണ്ടാൻ പോയില്ല. ഈ ആൾക്കാർ മുമ്പിൽ ഇങ്ങനെ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ അതെ, സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ സ്വന്തം ഭാര്യനെ പറ്റി, സ്വന്തം കുഞ്ഞിന്റെ ഉമ്മാനെ പറ്റി അവീതകഥ പറഞ്ഞുണ്ടാക്കിയത്. ക്ഷമിക്കാൻ കഴിയോ? നിങ്ങൾ ആരെങ്കിലും പറ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയോ? എന്റെ കണ്ണ് നിറയുണ്ട്. ക്ഷമിക്കാൻ കഴിയും? എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് അത്ര വലിയ മനസ്സിന് കട്ടിയൊന്നുമില്ല. ബാക്കിയൊക്കെ ഞാൻ ക്ഷമിച്ചില്ലേ, പക്ഷെ എനിക്കതൊന്നും ക്ഷമിക്കാൻ കഴിയില്ല. എനിക്ക് അത്ര വലിയ കട്ടിയൊന്നുമില്ല എന്റെ മനസ്സിൽ. കാരണം തമാശക്ക് പോലും പറയാൻ പറ്റിയ കാര്യമാണോ ഇത്? ഇതിനു മുമ്പ് കുറെ തമാശകൾ ഞാൻ കേട്ടിട്ടുണ്ട്.
ഈ പ്രസവത്തിൽ മരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ വേറെ പോയി പോയി പെണ്ണ് കിട്ടും. നിനക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനത്തെ തമാശയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതേപോലെ തമാശയാണത്. ഞാൻ വെറുത്തു പോയി. മൈൻഡ് ചെയ്തില്ല. ഞാൻ മിണ്ടാനും പോയില്ല. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ആരോടും ഞാൻ മിണ്ടാട്ടില്ല. എന്റെ കുട്ടീനെ നോക്കും, അത്രേ ഉള്ളൂ. 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു. 5-ാമത്തെ ദിവസം 5 ദിവസം കഴിഞ്ഞിട്ടോ മൈൻഡില്ല. അയാള് കുറെ ആയിട്ട് എന്റെ അടുത്ത് കടക്കാനും ഇതൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അടുപ്പിച്ചിട്ടില്ല. എന്റെ മനസ്സിലത്തെ ഈ മുറിവ് മാറണം. അത് മാറാത്ത കാലത്തോളം എനിക്ക് ആരും സ്നേഹിക്കാൻ കഴിയില്ല. പണ്ടത്തെ അവരെ സ്നേഹിച്ച് അവരെ കൂടെ തമാശ പറഞ്ഞ് അവരെ കൂടെ സന്തോഷിച്ച് ജീവിച്ച പെൺകുട്ടിയല്ല ഞാന്. മനസ്സ് മുറിഞ്ഞ കുട്ടിയാണ്. മനസ്സ് വേദനിച്ച കുട്ടിയാണ്. അപ്പൊ എനിക്ക് സമയം വേണ്ടി വരും. അടുപ്പിച്ചില്ല, ആരും ഞാൻ അടുപ്പിച്ചില്ല. ആരോടും ഞാൻ മിണ്ടാനും പോയില്ല. അങ്ങനെ 5-ാമത്തെ ദിവസം തന്നെ കുട്ടീനെ കുളിപ്പിക്കാൻ നേരത്തെ ഉമ്മ പറഞ്ഞു, ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നു. എന്ത് തീരുമാനം എടുക്കാം? അപ്പൊ ഞാൻ ചേച്ചിമാരോട്, ഞാൻ പോവുകയാണമ്മ, ഞാന് പോവും, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് നിങ്ങൾ ആരും വേണ്ട, ഞാൻ പോവും. അപ്പൊ എന്നോട് പറഞ്ഞു, നിന്റെ അനിയത്തിന്റെ കല്യാണം നടക്കൂല എന്ന് പറഞ്ഞു. ആൾക്കാരേക്കൂല പറഞ്ഞു. പിന്നെ പറഞ്ഞു, അതൊക്കെ പഠിച്ച വീഴ്ചയിൽ ആ സമയത്ത് കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാന് അന്നാണ് ഞാൻ മോനോട് പിന്നെ വർത്താനം പറയുന്നത്. ആ മോൻ ഇറങ്ങിയതിനു ശേഷം പിന്നെ വർത്താനം പറഞ്ഞ അന്നാണ്. പിന്നെ പറഞ്ഞു, എന്റെ ഉപ്പ കാരണം എനിക്കൊരു തൊഴിൽ ഉണ്ടാവാൻ ഞാൻ അയക്കൂലാന്ന്, ഇത് പോയാലും എനിക്കൊരു സ്വസ്ഥത കിട്ടാൻ ഞാൻ അയക്കൂലാന്ന്. നിങ്ങൾ എന്താ ചെയ്യാ? ഉമ്മനോട് ഞാൻ ചോദിച്ചു, എന്തമ്മ ചെയ്യാൻ പോകുന്നത്? അതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല. ഈ ജീവിതകാലം മുഴുവൻ സ്വസ്ഥത കിട്ടാൻ എനിക്ക് എന്ന് പറഞ്ഞു എന്നോട്. എന്റെ ഉപ്പ കാരണം സമാധാനം ഉണ്ടാവാൻ ഞാൻ അയക്കൂലെന്ന് പറഞ്ഞു. ഉമ്മ എന്താണ് ചെയ്തത് എന്നുള്ളത് എനിക്ക് അറിയാം, പകൽ പോലെ അറിയാം എന്തൊക്കെയാ ഉമ്മ ചെയ്ത് കൂട്ടിയെന്നൊക്കെ. അതൊക്കെ ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്റെ കുട്ടീന്റെ വല്യമ്മയാണ്, ഇന്ന് ജീവനോടില്ല. അപ്പൊ കൊണ്ടുപോയിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഉമ്മനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയൊരു തെറ്റ് ഉമ്മ പിന്നെ എന്നോട് ചെയ്തു, എന്നെ ദ്രോഹിച്ചു. പിന്നെ എന്റെ ഉപ്പാനായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ അറുത്തു മാറ്റി. ഉമ്മ അറുത്തു മാറ്റി. ഉമ്മ ചെയ്തതാണത്. എന്റെ ഉപ്പ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ അതും വലിയ കാര്യമാക്കിയില്ല. അമ്മത് പറഞ്ഞപ്പോ ഞാൻ വലിയ കാര്യമാക്കാനും നിർത്തിയില്ല. പിന്നെ അന്ന് രാത്രി 5-ാമത്തെ ദിവസം രാത്രി ഇതന്നെ റൂമില് ഒച്ചപ്പാടായി. കാരണം ഞാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെ വേണ്ട, ഇത്രയും വലിയൊരു ആരോപണം എന്റെ മേലിൽ ഉണ്ടാക്കിയ ആളാ നിങ്ങളോട് എനിക്ക് പൊറുക്കാനും കഴിയൂല, നിങ്ങൾ എന്നെ ഒഴിവാക്കി കഴിയും. എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ കഴിയില്ല. തുറന്നു പറഞ്ഞു ഞാൻ. അല്ലാതെ തല്ലാനും കൊല്ലാനും ചവിട്ടാനും ഒന്നും ഞാൻ ഒന്നുമില്ല. തുറന്നു പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞ, ഞാൻ കെട്ടിയ മഹ എന്റെ കഴുത്തിലുണ്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തോ അധികാരം ഉണ്ട്. അത് അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഒഴിവാക്കിയാല് അധികാരം ഉണ്ടാവുമോ? ഇല്ലല്ലോ. എനിക്ക് നിങ്ങളെ ഭാര്യ ആവണ്ട, മതി, മടുത്തു, എന്നെ വെറുതെ വിട്ടേക്ക്. അന്ന് രാത്രി ഞാൻ ഉറങ്ങി. എന്റെ കുട്ടി ഒരു 1 മണി 2 മണി കഴിഞ്ഞ സമയത്ത് എന്റെ കുട്ടി ഉറങ്ങണത്. അതുവരെ പ്രശ്നം തന്നെയാണ്, കുട്ടിക്ക് ഉറങ്ങാൻ പറ്റില്ല. കുട്ടി ഞാൻ പേടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് സമയത്ത് നേരം വെളുക്കോളം ആളിനെ ഉപദ്രവിച്ചു. നന്നായിട്ട് ഉപദ്രവിച്ച് എന്നിട്ട് ആളൊരു ചിരി ചിരിച്ചു, ഒരു പരിഹാസ ചിരി. അന്ന് ഉമ്മ ചിരിച്ചു എന്ന് പറഞ്ഞില്ലേ. ICUവിൽ കടന്ന സമയത്ത്, ICUവിലല്ല, റൂമിക്ക് മാറ്റിയ സമയത്ത്, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതേപോലെ ആള് ചിരിച്ചിട്ട് ഒരു സോറി പറഞ്ഞു. കരയാ ഞാന്, എന്റെ കുട്ടീനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ കരയാണ്. ഒരു ഭ്രാന്തിനെ പോലെ ഞാൻ കരയാണ്. ആ സമയത്ത് ആളൊരു സോറി പറഞ്ഞു എന്നോട്, ചിരിച്ചു കാണ്ടേ. അതിലാണ് ഞാൻ തീരുമാനിച്ചത് മരിക്കുക. കുറച്ചു മരിക്കുക എന്നുള്ള തീരുമാനം ഉണ്ടാക്കി ഞാൻ. അങ്ങനെ ഞാന് അപ്പൊ ആള് പോയിട്ടോ. നേരം പോലത്തെ ഒരു 5 മണിക്കായ സമയത്ത് ആള് പോയി. ആള് പോയ സമയത്ത് ഞാൻ മാത്രമുള്ളൂ റൂമില്. അപ്പൊ ഞാന് ബ്ലേഡ് ഉണ്ടായിരുന്നു ഓൾറെഡി, അതൊക്കെ അവിടെ സെറ്റാണ്. കാരണം ഞാൻ തന്നെ വെച്ചതാ. കാരണം എനിക്ക് ഈ ഗ്രാഫ്റ്റിന്റെ വർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. മറ്റേ കത്തില്, ചെറിയ സ്റ്റീലിന്റെ ചെറിയ 5 രൂപയുടെ കത്തില്, അതൊക്കെ ഉണ്ട് അവിടെ റൂമിലുണ്ട്. ഞാന് അതെടുത്തിട്ട് കയ്യുമ്മ വരഞ്ഞു. വലിയൊരു വരങ്ങല്ല കേട്ടോ. ആദ്യം ട്രയല്, എന്നിട്ട് നമുക്ക് ക്ലൈമാക്സ് ചെയ്യാം. ജീവിതത്തിന്റെ ക്ലൈമാക്സ് ആണ്. ഇപ്പൊ ഞാനിത് പറയണ്ടല്ലോ, അന്ന് ഞാൻ അനുഭവിച്ച വേദന എത്രയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു ചെറിയ പൈതല് തൊട്ടിയിലുണ്ട്. ഞാൻ വരഞ്ഞു കേട്ടോ, കയ്യുമ്മ ഞാൻ വരഞ്ഞിട്ട് ഇതൊക്കെ എനിക്കറിയാം തെറ്റാണ്. പഠിച്ചവന് എന്നോട് പൊറുക്കൂല, ഇതൊക്കെ എനിക്കറിയാം. കാരണം എനിക്ക് നല്ല ഇസ്ലാമിക നല്ല ഇതുണ്ട്, തെറ്റാണ്. പക്ഷെ അതിനെക്കാട്ടിലും വലുത് ജീവിക്കണ്ടെന്നുള്ള ചിന്ത വരുന്നത്. പിന്നെ അതാ വരുന്നത്, ഇങ്ങനെ ഈ സമൂഹത്തിൽ ഈ ഇതിൽ ഞാൻ ജീവിക്കുക.
എങ്ങനെയും ജീവിക്കാൻ. എന്റെ ഉപ്പ എന്നെ കസേരയിട്ട് തല്ലി, ഇപ്പൊ കസേരയിട്ട് തല്ലി. ഇതൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഇവര് പറഞ്ഞ വാക്കാള്, ആള് പറഞ്ഞ വാക്കാള്, കുട്ടീനെ പറഞ്ഞ വാക്കാള് ഒക്കെ എന്റെ മനസ്സിലുണ്ട്. ഞാന് കയ്യുമ്മ വരഞ്ഞു പോവാന്ന് തീരുമാനിച്ച്. രണ്ടാമത്തെ ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. രണ്ടാമത്തെ വര വരക്കാൻ നിന്ന സമയത്ത് ഞാന് പടച്ചവനെ കുറിച്ച് ഓർത്തു. പടച്ചവന് എന്തുണ്ടെങ്കിലും ഇന്ന് ഈ ഭൂമി കഴിച്ചില്ലേ, ഒരാണിന് വേണ്ടിയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്റെ ജീവിതം. എനിക്ക് ജീവൻ തന്നില്ല. ഏകദേശം എന്റെ ഉമ്മാക്ക് 6 വർഷം കഴിഞ്ഞിട്ടാണ് എന്നെ കിട്ടുന്നത്. 6 വർഷം വരെ എന്റെ ഉമ്മാക്ക് കുട്ടികളൊന്നും റബ്ബ് കൊടുത്തിട്ടില്ല. 6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത്. കുറേ പരിഹാസങ്ങൾ എന്റെ ഉമ്മ കേട്ടിട്ടുണ്ട്, കുറേ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. കുട്ടികളുണ്ടാവില്ല പറഞ്ഞിട്ട് മച്ചീന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനൊക്കെ എന്റെ മനം വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കുടുംബം തന്നെ എന്റെ പല ഫാമിലിയൊക്കെ നല്ല വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എന്റെ ഉമ്മക്ക് എന്നെ കൊടുത്തത്. അപ്പൊ ഞാൻ മരിച്ചാല് ഉറപ്പായിട്ട് എന്റെ അമ്മ എന്റെ കൂടെ പോരും. അതൊക്കെ നല്ല ഉറപ്പാണ്. കാരണം എന്റെ ഉമ്മക്ക് താങ്ങാൻ പറ്റൂല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഉമ്മക്ക് താങ്ങാൻ പറ്റൂല. അപ്പൊ അപ്പൊ ഞാന് പഠിച്ചതിനെ കുറിച്ചുള്ള ചിന്ത വരുന്നുണ്ട്. പിന്നെ ഞാൻ ജന്മം കൊടുത്തൊരു കുട്ടി ഉണ്ടല്ലോ, 1 വയസ്സ് പോലും ആവാത്തൊരു പൈതലുണ്ടല്ലോ, അവനാരും നോക്കും. അവന് കുറെ സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ. ഞാൻ പോയിട്ട് എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഈ ലോകത്തുനിന്ന് പോയിട്ട് ആര് സമാധാനം പറയും? ആരെന്റെ കുട്ടീനെ നോക്കും? എന്റെ കുട്ടീനെ ഇട്ട് കാണാൻ പോയാല് ആര് നോക്കും എന്റെ കുട്ടീനെ? ഞാൻ അനുഭവിച്ചൊക്കെ എന്റെ കുട്ടിയെ അനുഭവിക്കേണ്ടിയില്ലേ? ഇതൊക്കെ എന്റെ മനസ്സിൽ 3 കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. 1, ഇന്ന ജന്മം തന്ന സ്ത്രീനെ കുറിച്ച്, എന്റെ ഉമ്മാനെ കുറിച്ച്. 2, ഞാൻ ജന്മം കൊടുത്ത ഒരു, കാരണം പഠിച്ചവൻ അന്നേ എന്നെ കൊണ്ടുപോയിരുന്നു. അവന് ജന്മം കൊടുത്ത സമയത്ത് തന്നെ പഠിച്ചവൻ എന്നെ കൊണ്ടുപോവായിരുന്നു, അവനും കൊണ്ടുപോവായിരുന്നു. അത് പഠിച്ചവൻ ചെയ്തില്ലല്ലോ. അവിടെ എന്നോട് പഠിച്ച കരുണ കാണിച്ചില്ലേ? അപ്പൊ പഠിച്ചവനറിയാം കുറച്ചും പാടി ആയുസ് വേണം, 2 പേര് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ളതുകൊണ്ടല്ലേ പഠിച്ചവൻ എന്നെ കൊണ്ടുപോകുന്നത്, കുട്ടീനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടല്ലേ പഠിച്ചവൻ എനിക്ക് ജീവിതം തന്നത്. പിന്നെ ഞാൻ എന്റെ ജീവൻ എടുക്കുകയാണ് ഞാൻ. പഠിച്ചവൻ തന്ന ആയുസ്, നീട്ടി തന്ന ആയുസ് ഞാനായിട്ട് വേണ്ട നോക്ക്. രണ്ടാമത്തെ വരമ്മ എനിക്ക് അത് വരക്കാൻ നോക്കിയപ്പോ എനിക്ക് അതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്. ഉമ്മ, കുട്ടി, പഠിച്ചവന്, ഈ ഒരു 3 ചിന്തയാണ് എന്റെ മനസ്സിൽ. ഞാൻ പോയാല് എനിക്ക് സത്യം പറയാം, റബ്ബിന്റെ അടുത്ത് എനിക്ക് വലിയൊരു ഇതുണ്ടാവില്ല. കാരണം ഇത്രയും ഞാൻ അനുഭവിച്ചതിനൊക്കെ എനിക്ക് പഠിച്ച പ്രതിഫലം തരണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാന് മരിക്കാതിരിക്കണം. ഇനിയും എന്റെ ലൈഫിലെ ക്ലൈമാക്സ് അറിയില്ല, പക്ഷെ റബ്ബ് തന്ന ടാസ്ക്കാണ് ഇതൊക്കെ, എന്റെ ജീവിതത്തിൽ തന്ന ടാസ്ക്കാണ്. ഈ ടാസ്കിൽ തന്നെ ഞാൻ തോറ്റു പോയാല് അറിയില്ല. രണ്ടാമത്തെ വരക്കാൻ നോക്കിയിട്ട് എനിക്ക് അതാ ഓർമ്മ, ഉമ്മാനെ കുറിച്ച് ഓർമ്മ വന്നു, എന്റെ കുട്ടീനെ കുറിച്ച്. ഞാൻ ജന്മം കൊടുത്ത എന്റെ കുട്ടീനെ കുറിച്ചും എന്നെ പ്രസവിച്ച എന്റെ ഉമ്മാനെ കുറിച്ചും അള്ളാനെ കുറിച്ച് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. അങ്ങനെ ഞാന് മരിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. മരിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ട് ഞാന് പിന്നെന്താ പറയാനുള്ളത്? വേണ്ടാന്ന് വെക്കുക, എല്ലാം ഉപേക്ഷിക്കുക. ആങ്ങളെ വിളിച്ചു, വേറെ ആരും ഞാൻ വിളിച്ചാൻ പോയില്ല. ആങ്ങളെ വിളിച്ചു, എന്നിങ്ങനെ കാട്ടി. നേരെ കോളിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. മുത്ത് പേടിച്ച് കരിയാണ്. എന്നുവെച്ചാൽ എന്റെ കുട്ടി പേടിച്ച് കരിയാണ്. ഞാൻ മരിക്കാൻ നോക്കുകയാണ്, ഞാൻ കയ്യുമ്മ വരഞ്ഞു എന്നുള്ളത് ഞാൻ പറഞ്ഞു, ആങ്ങളോട് പറഞ്ഞു. അപ്പൊ എന്റെ ആങ്ങള എന്താ പറഞ്ഞാ അറിയും, എല്ലാം എടുത്തു വെച്ചോ, ഒക്കെ എടുത്തു വെച്ചോ, ഞാൻ വരാം. ഞാൻ മാത്രമല്ല, ഉമ്മയും വരും, എല്ലാവരും വരും, ഒക്കെ എടുത്തു വെച്ച് പോരാ, റെഡി ആയിക്കോ എന്ന് പറഞ്ഞു. എന്റെ ആങ്ങള എന്നോട് ചെയ്ത ഏറ്റവും നല്ല കാര്യമാണത്. ഇന്ന് കുറെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതും ഇങ്ങനെ പറയാൻ ആളില്ലാത്തതിന്റെ പുറത്താണ് അല്ലേ. പക്ഷെ എന്റെ ആങ്ങള എന്നോട് പറഞ്ഞു, എടുത്തു വെച്ചോ, ഞങ്ങൾ വരും, പോരും. ഞാൻ പോന്നു. അവരുടെ കൂടെ പോരുമ്പോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പോരാ നേരത്തെ ഞാൻ പറഞ്ഞു പോവാണ്, ഉമ്മാനോട് പറഞ്ഞു ഞാൻ പോവാണ്. അപ്പൊ താത്താരൊക്കെ എത്തി, ഉമ്മ എല്ലാവർക്കും വിളിച്ചു പറഞ്ഞു. അപ്പൊ താത്താരെല്ലാരും എത്തി, ഞാൻ പോവാണ്. അപ്പൊ താത്താര് പറയും, എന്തിനങ്ങനെ പോണത്, പോവല്ലേടി പറഞ്ഞാണ്ട് അവർക്ക് എന്നെ തടുത്തു നിർത്തുന്നുണ്ട്. പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തടുത്തു നിർത്തുന്നുണ്ട്. ഞാൻ അനുഭവിച്ച വേദന മുഴുവൻ ഞങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു പരിഹാരം ഉണ്ടാക്കി തന്നോ? ഞാൻ ചോദിച്ചു താത്താരോട്, നിങ്ങൾ പരിഹാരം ഉണ്ടാക്കി തന്നോ? ഇനി ഞാൻ പോണില്ല, നിങ്ങൾക്ക് എന്തിനാ എത്ര പ്രശ്നം? എല്ലാരും കൂടി ഇനി ചേർന്ന് ചതിക്കല്ലേ അവര് ചെയ്തത്. സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഞാൻ എത്രയാ അവരെ കൂടല്ലേ ഞാൻ ഉണ്ടായിൻ്റെത്. രാവിലെ പണിയൊക്കെ കഴിച്ചിട്ട് ഞാൻ അവരെ എടുത്തക്കല്ലേ പോയിൻ്റെത്. അവരെന്നോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ ഞങ്ങളെ സ്നേഹിച്ചിട്ട് എന്റെ ഉമ്മാന്റെ സ്ഥാനം തന്നിട്ട്
നിങ്ങളും പാടെ എന്നെ ചതിച്ചില്ലേന്ന് എന്റെ വലിയ താത്താനോട് ചോദിച്ചു, എന്നുവെച്ചാൽ മൂത്തച്ഛനോട് ചോദിച്ചു. അപ്പൊ എന്നോട് എന്താ പറഞ്ഞാൽ, അവരനിയനല്ലേ എന്ന്, ഇളച്ചന് അല്ലേ, അതുകൊണ്ടാ പറയാഞ്ഞത്. ആയിക്കോട്ടെ, ഞാനൊന്നും പറയാൻ പോയില്ല. അതിൽ വേറൊരാളുണ്ട്, അനിയന്. അവൻ കരയുന്നുണ്ടായിരുന്നു, അവന്റെ കണ്ണ് നിറഞ്ഞു. കാരണം ആ വീട്ടിലെ ആകെ ഒരു താങ്ങും തണലും ഉണ്ടായിട്ട് താത്തി ഈ അനിയന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം വീട്ടിലത്തെ പണി കഴിയോളം ഉമ്മ കുട്ടീനെ എടുക്കും, ചെറിയ കുട്ടിയല്ലേ, എടുക്കും. എന്നിട്ട് ഉമ്മ എന്താ ചെയ്യാ, എനിക്ക് തീരുമാനം വിളിക്കാനുണ്ടാവുമ്പോ ഉമ്മ അവിടെ കുട്ടീനെ എടുക്കാനായിട്ട് പോകും. എവിടക്ക പോകണമെന്ന് അറിയില്ല, ഉമ്മയുടെ പോകും. അപ്പൊ റോഡിന്റെ അടുത്താണ്, കുട്ടിയാണെങ്കിൽ ഒരു ഭാഗത്ത് അടങ്ങിക്കൂല. എന്നിട്ട് ഞാൻ ഇങ്ങനെ കുട്ടീനെ എടുത്ത് ഇങ്ങനെ ഇരിക്കും, പുള്ളിയില്ല, 3 മണി ആയാലും ഇങ്ങനെ ഇരിക്കും കുട്ടീനെ എടുത്ത് കണ്ട്. നമുക്ക് വേറൊരു വഴിയില്ല. അപ്പൊ സുഖം വരുമ്പോ പണി കഴിഞ്ഞിട്ട് വരുമ്പോ ഓനെ നിന്നിട്ട് കുട്ടീനെ നോക്കിണ്ടത്. ഞാൻ പറയുമ്പാടും വേണ്ട, ഓ എന്നിട്ട് കുട്ടീനെ ഇട്ടാത്ത കുട്ടീനെ താന്നിട്ട് കുട്ടീനെ എടുത്തിട്ട് എത്ര മണി വരെ ഓ നോക്കുമായിരുന്നു, 5 മണി വരെ ഒക്കെ. എന്റെ പണി ഫുള്ള് കഴിയോളും ഒരിക്കലും ഓ എനിക്ക് തന്നിട്ടില്ല. ഞാൻ ചോദിച്ച് മാങ്ങുമ്പോ അല്ലാതെ എനിക്ക് കുട്ടീനെ തരില്ല. രാത്രി എല്ലാരും പോയി കിടക്കും, കാരണം ഇരുട്ടാണ്, മുറ്റത്ത് വെച്ചാണ് നമുക്ക് പാത്രമൊക്കെ കഴുകണം. ആ സമയത്ത് അത് അവന് അറിയാവുന്നതുകൊണ്ടാവും തോന്നുന്നു. എന്നിട്ട് രാത്രി 12 മണി ഒക്കെ ആ സമയത്താണ് എല്ലാവരും ചോറുന്ന് കഴിയുക. ആ സമയത്ത് അവന് മനസ്സിലാവും, കാരണം എനിക്ക് പേടിയാണ്, എനിക്ക് പേടിയുണ്ട്, സേഫ് അല്ലാന്ന് അറിയണോണ്ടാവും അവൻ ആ 12 മണി അവിടെ നേരത്ത് ചോറുന്നാൻ വരും. എന്നിട്ട് വന്നാ അപ്പൊ പിന്നെ എന്താ, ഓ അവിടെ ചോറ് തിന്നുന്നുണ്ടല്ലോ, അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് പാത്രം കഴിക്കാൻ മതിയല്ലോ, അപ്പൊ എനിക്ക് പേടി ഉണ്ടാവില്ലല്ലോ. ആള് പോയി കിടക്കും, ഞാൻ ഒറ്റക്ക്, എവിടെയും ഞാൻ ഒറ്റക്ക്. അവനെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്റെ മരണം വരെ പഠിച്ചവനോട് അവനും ആ താത്താക്കും വേണ്ടി, താത്ത ഈ ഒരു കാര്യം താത്ത പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്നെ താത്ത നല്ലോണം നോക്കിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. ഇവര് രണ്ടാളും അതിന് എനിക്കൊരു താങ്ങും നല്ലതായിട്ട് ആ വീട്ടിലുണ്ടായിരുന്നത്. 2 കൊല്ലം ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ, 2 കൊല്ലത്തില് മാരേജ് ലൈഫ് 2 കൊല്ലം നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ, ആ 2 കൊല്ലം നിൽക്കാൻ കാരണം ഇവര് രണ്ടാളുമാണ്. കെട്ടിയ ആളിന് ഒരു പങ്കുമില്ല, കെട്ടിയ ആളിന് നോക്കിയിട്ട് പോലും ഇല്ല, ഇരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവൻ കുട്ടീനെ നോക്കും, ഞാൻ എന്റെ പണിയൊക്കെ കഴിച്ചിട്ട് ഞാൻ കുട്ടീനെ വാങ്ങും, എന്നും അങ്ങനെ തന്നെയായിരുന്നു. അച്ഛനോട് ഇന്ന് ഞാൻ പറയലുണ്ട്, അവർക്ക് രണ്ടാൾക്കും സന്തോഷം സമാധാനമൊക്കെ കൊടുക്കണേ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ റബ്ബിനോട് തേടലുണ്ട്. അങ്ങനെ പോരാൻ നേരത്ത് താത്ത ഇത് പറഞ്ഞു, അനിയനല്ലേ അതുകൊണ്ടാണ് പറയാഞ്ഞത് എന്ന് പറഞ്ഞു. പിന്നെ ഉപ്പാന്റെ അതാണ്. അപ്പൊ ഞാൻ ഇറങ്ങാൻ നേരത്ത് ഇപ്പൊ പറഞ്ഞു, ഈ ഇതിന് അനുഭവിക്കുന്നു പറഞ്ഞു, ഈ പോകുന്നതിന് അനുഭവിക്കുന്നു പറഞ്ഞു. ഞാൻ ഒരു അക്ഷരം മിണ്ടിയില്ല, ഒന്നും ഞാൻ മറുപടി കൊടുത്തില്ല കേട്ടോ. ഈ അനുഭവിക്കുന്നു പറഞ്ഞു, ഒന്നും ഞാൻ മറുപടി കൊടുത്തില്ല. അപ്പൊ ഓൻ പറഞ്ഞു, എന്ന് വെച്ചാൽ കിട്ടിയ ആണ് പറഞ്ഞു, ഈ പോയിക്കോ, അന്നെക്കാട്ടിലും നല്ല ഭംഗിയുള്ള പെണ്ണിനെ എന്റെ കാക്കാര് എനിക്ക് കാണിച്ചു തരുന്നു പറഞ്ഞു. കാക്ക എനിക്ക് കണ്ടെത്തി തരും, ഈ പൊയ്ക്കോന്ന് പറഞ്ഞു എന്നോട്. അതിന് ഞാൻ പറഞ്ഞില്ല, എന്റെ കുട്ടി കുഞ്ഞു വയതലാണ്, ചെറിയ 10 മാസമായിട്ടുള്ളൂ എന്റെ കുട്ടി. അത് പറഞ്ഞു. ഞാൻ മറുപടി ഒന്നും കൊടുത്തില്ല. ഒന്നും ഞാൻ പറയാം, അയൽവാസികളൊക്കെ നോക്കിക്കുന്നുണ്ട്. അപ്പൊ ഒന്നും ഞാൻ മറുപടി ഒന്നും കൊടുത്തില്ല. ഞാന് പോന്നു. അവര് ജ്വല്ലറിയിലായിരുന്നു സ്വർണ്ണം ഉണ്ടായിരുന്നത്. അവര് സ്വർണം വാങ്ങിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, പള്ളി കമ്മിറ്റി, സെക്രട്ടറി അവര് മീറ്റിംഗ് കൂടിയല്ലോ, ഇതിനു മുമ്പും ആ മീറ്റിംഗ് കൂടിയ സമയത്ത് തന്നെ പിന്നെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. ആ സമയത്ത് പറഞ്ഞു പണ്ടം തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ഏകദേശം 20 പവൻ പണ്ടുണ്ടായിരുന്നു, അത് തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഹോസ്പിറ്റലിക്ക് വേണ്ടിയിട്ട് കുട്ടിക്ക് ന്യൂമോണിയ വന്ന സമയത്ത് ഉള്ള 1.5 പവൻ ഉണ്ടല്ലോ, അപ്പൊ അവര് പറഞ്ഞു അതിന് തെളിവില്ല, ഓളെന്താ വെച്ചാൽ കാട്ടിയ ഇതാണ്, ഓളെന്താ ചെയ്തതെന്ന് അറിയില്ല, അതുകൊണ്ട് അത് തരാൻ പറ്റില്ല എന്ന് അവര് പറഞ്ഞു. അങ്ങനെ ആ 1.5 പവൻ അവർ തന്നില്ല. 19 പവൻ അവർ തന്നു. ബാക്കിയുള്ള 1.5 പവനോളുണ്ട്, അതും അവർ തന്നില്ല. പിന്നെ ഉള്ളത് പിന്നെ പൈസ ആയിട്ട് അവര് 10,000 റുപ്യ തന്നു, നഷ്ടപരിഹാരമായിട്ട് 10,000 റുപ്യ തന്നു. അതൊക്കെ ഉപ്പന്നെയായിട്ട് എടുത്തത്, ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. 1 രൂപ ഞാൻ എടുത്തിട്ടില്ല, ഉപ്പന്നെയാണ് വാങ്ങിയതൊക്കെ. തെറ്റാണ്, ഉപ്പന്നെ എടുത്തത്, ഞാൻ എടുത്തിട്ടില്ല. മഹറടക്കം ഉപ്പന്നെയാണ് എടുത്തത്, ഞാനല്ല. എന്റെ ഉപ്പന്നെ എടുത്തത് ഞാനല്ല, ഞാനായിട്ടൊന്നും എടുത്തിട്ടില്ല. ഒന്നും എടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലും അല്ലായിരുന്നു ഞാൻ. അപ്പൊ അവരെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞു. പിന്നെ പള്ളി കമ്മിറ്റി തീരുമാനിച്ചു വെച്ചിട്ട് മാസം കുട്ടീന്റെ പേരില് മാസം 1000 രൂപ അയക്കണം എന്ന് പറഞ്ഞു. അത് കുട്ടി വലുതാവണതിനനുസരിച്ച് കൂട്ടി കൊടുക്കുന്നു വേണം പറഞ്ഞില്ലേ. പക്ഷെ അതൊന്നും അവർ ചെയ്തു തന്നിട്ടില്ല. മാസം 1000 രൂപ വെച്ച് അവർ അയക്കാൻ തുടങ്ങി. ഇപ്പോഴും ഉണ്ട്. അത്ര ആണ് ഉണ്ടായത്, അത്രേ ഉള്ളൂ. ഒരു പെൺകുട്ടിന്റെ ജീവിതത്തിന് അത്രേ വില ഉള്ളൂ, അത് മനസ്സിലാക്കണം.
ഞാൻ ആത്മഹത്യ ചെയ്തിട്ടാണ് ഞാൻ പോയിരുന്നെങ്കിൽ ഇതന്നെ സംഭവിക്കുള്ളൂ. ഒരു മാറ്റം ഉണ്ടാവില്ല. ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. നമ്മൾ മരിച്ചാലും നമ്മൾ ജീവിച്ചാലും ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ.